എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ കരുതുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഇന്നത്തെ കണ്ടന്റ് എന്ന്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. എന്തായിരിക്കും? ഓലൻ തന്നെ, എൻ്റെ ഫേവറേറ്റ് ഡിഷ്. അതിൻ്റെ റെസിപ്പി ഇടാന്ന് കരുതി. ആർക്കും അറിയാത്തതൊന്നുമല്ല കേട്ടോ, പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൊന്ന് ഇട്ടേക്കാന്ന് കരുതി. അച്ഛൻ വെജിറ്റബിൾസ് എല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ സദ്യയിൽ ഏതെങ്കിലും ഒരു ഐറ്റം എനിക്ക് നിർബന്ധം കേട്ടോ. അപ്പൊ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ചെറിയ ഉള്ളിയുണ്ട്, പച്ചക്കായുണ്ട്, ഇഞ്ചി, പച്ചമുളക്, ബീറ്റ്റൂട്ട്, വെണ്ടയ്ക്ക, പിന്നെ നമ്മുടെ ഗാർഡ്സ് ഉണ്ട് കേട്ടോ. സ്നേക്ക് ഗാർഡ്, ബോട്ടിൽ ഗാർഡ്, ആഷ് ഗാർഡ്, നമ്മുടെ പടവലങ്ങയും ചുരക്കയും കുമ്പളങ്ങയും തന്നെ. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് എടുത്തു നോക്കി എന്താ പിറ്റേ ദിവസം വെക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. എന്താണ് ഇത്? നമ്മുടെ നാട്ടിൽ ഇതിന് ഇളവൻ എന്നാട്ടോ പറയാം, കുമ്പളങ്ങ എന്ന് പറയും. പിന്നെ നമ്മുടെ ഒരു വലിയ മത്തങ്ങ കണ്ടു, അതും അവിടെ വെച്ചു. എനിക്ക് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ആഷ് ഗാർഡ് അതേപോലെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം വെള്ളരി ഉണ്ട് കേട്ടോ, മറന്നുപോയതാ പറയാൻ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സൈഡിലേക്ക് പോവാം. എന്താ, കൈപ്പയ്ക്കാണോ? അല്ല, റാഡിഷാണ് കേട്ടോ. റാഡിഷ് എൻ്റെ ഫേവറേറ്റ് ആണ്. കോളിഫ്ലവറും മൈ ഫേവറേറ്റ്. കൈപ്പയ്ക്ക എനിക്ക് ഇഷ്ടമേ അല്ല. പിന്നെ അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന കുക്കുമ്പറില്ലേ, അതും ഇഷ്ടം കേട്ടോ. പച്ചക്കറി തപ്പുന്നതിൻ്റെ ഇടയ്ക്കില്ലേ എനിക്ക് കുറച്ച് അനാറ് കിട്ടി കേട്ടോ. പിന്നെ അത് കട്ട് ചെയ്തിട്ട് ആലോചിക്കാമെന്ന് കരുതി പെട്ടെന്ന് അതെടുത്ത് കട്ട് ചെയ്തു. ഞാനത് കഴിച്ച് തീരുമ്പോഴേക്കും അമ്മ ഗ്രീൻ ചില്ലിയൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷെൽഫ് ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ കുറേ എണ്ണം പോവാറുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു പാത്രത്തിൽ ഇതേപോലെ തന്നെ വെള്ളം ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് ഒരു തോർത്തുമുട്ടിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ടോ? എൻ്റെ അമ്മയുടെ ഹോബിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വെജിറ്റബിൾസിനൊക്കെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പന്മാരാക്കി ഇങ്ങനെ റെഡി ടു കുക്കായിട്ട് ഇങ്ങനെ വെക്കും. അന്നേരം എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ എന്താ പിറ്റേ ദിവസം വെക്കാൻ പോകുന്നത്. അപ്പോൾ ഓലൻ തന്നെയാണ് കൺഫേം ആയത് ഇപ്പോഴാണ്. ഞാൻ പിന്നെ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓലൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം അല്ലേ. ഓലം വെക്കാൻ തലേ ദിവസം വരെ ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാജ്മ ചാവൽ വെക്കാൻ വേണ്ടി ഉപയോഗിച്ച വൻപയറാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും വലിയ വൻപയർ വേണ്ട, ചെറിയ വൻപയറാണ് ഈ ഓലം വെക്കാൻ യൂസ് ചെയ്യാറ്. വൻപയർ നന്നായിട്ട് വൃത്തിയായി ചേറി കഴുകി ഒരു ഹോൾ നൈറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. ഇന്ന് ഈ ഓലം വെക്കാൻ വേണ്ടി യൂസ് ചെയ്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയാണ്. ഇത് കുറേ കാലമായി വാങ്ങിക്കണം എന്ന് വിചാരിച്ച സാധനമാണെന്ന്, പക്ഷേ അച്ഛന് കോംപ്ലിമെൻ്റ് ആയി കിട്ടിയതാണ് ഈ ബ്ലൂബെറി ബ്രാൻഡിൻ്റെ ഈ ഒരു കടായി. അപ്പം ഭയങ്കര ഹാപ്പിയായി, കാരണം നമ്മൾ വിചാരിച്ചൊരു സാധനം കോംപ്ലിമെൻ്റ് ആയി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. കാണുന്ന പോലെയല്ല, നല്ല കപ്പാസിറ്റിയിലെ കടായിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇത്രയും സൂക്ഷ്മമായിട്ട് എടുക്കുന്നത് ഒരു ഗ്ലാസ് ലിഡാണ്, അപ്പോൾ പൊട്ടിപ്പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ലിഡുള്ള കടായിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാമല്ലോ. അങ്ങനെ ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഇളവൻ അല്ലെങ്കിൽ കുമ്പളങ്ങ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതാക്കണ്ട, കുറച്ചൊരു ബിഗ് സൈസിൽ നിന്നോട്ടെ, കാരണം ഇതിൽ അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടില്ല. അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ല, വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ കടിക്കാൻ കിട്ടില്ല അത്. അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി കുറച്ചും കൂടി നല്ല സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അതായത് സ്ക്വയർ സൈസ് തന്നെ കേട്ടോ. പിന്നെയും തെറ്റി, സ്ക്വയർ സൈസ് അല്ല, സ്ക്വയർ ഷേപ്പിൽ. സോറി ഗൈസ്. അപ്പം ഗൈസ്, ഞാൻ ചെയ്തെടുത്ത ഷേപ്പ് ഇതാ ഇങ്ങനെയാണ്. കറക്റ്റ് സ്ക്വയർ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. ഇതൊന്നും ആരും മാർക്കിടാനൊന്നും നിൽക്കുന്നില്ലല്ലോ. മാർക്കിടുന്നവരോട് പോകാൻ പറ. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. കാരണം ഉപ്പിടാതെ വേവിക്കുന്ന ഒരു ഐറ്റമാണ് ഓലൻ. അപ്പോൾ ഈ കറിവേപ്പിലേൻ്റെ ഫ്ലേവർ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പച്ച വെളിച്ചെണ്ണയിലേക്ക് ഈ കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കറിവേപ്പില വേണം ഇടാനായിട്ട്. അപ്പോൾ അവർ തമ്മിലൊരു റിയാക്ഷനൊക്കെ അവിടെ നടന്ന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാന്ന് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. പിന്നെ അമ്മ ഇവിടെ കണ്ടോ രാജ്മ എടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയതല്ല വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചെറിയ വൻപയറാണ് വേണ്ടത്. ഈ വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾ കരുതും പെട്ടെന്ന് അവിയൽ ഇത്രയും വേഗത്തിലായിപ്പോയോ എന്ന്. സംഭവം ഞാൻ വീഡിയോ എടുത്തത് റെക്കോർഡായില്ല കേട്ടോ, സോറി. ഇത് തേങ്ങയുടെ 2ാം പാലിൽ വൻപയറും നമ്മുടെ കുമ്പളങ്ങയും ഇട്ട് വേവിച്ചെടുത്തതാണ്. 1ാം പാല് നമുക്ക് സേഫായിട്ട് സൈഡിൽ വെക്കണം കേട്ടോ, ലാസ്റ്റാണ് നമ്മളത് ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ജസ്റ്റ് 2ാം പാലിൽ ഇത് രണ്ടും കൂടി ഇട്ട് പച്ചമുളകും നന്നായിട്ട് കീറിയിട്ടിട്ടുണ്ട് ഇതിൽ. അപ്പം ആ ഒരു ഇതിലേക്ക് വരും. ഇത് കണ്ടോ, ഈ ഒരു വൻപയറിൻ്റെ സൈസ് കണ്ടോ, അത് അത്രയും വലുതായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് വൻപയർ യൂസ് ചെയ്യാം, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പോലത്തെ. ഇനി 1ാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. വൻപയർ ഓൾറെഡി കുക്കറിൽ വേവിച്ചതാണ്. 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. തേങ്ങാപ്പാൽ പിരിഞ്ഞ് അങ്ങ് വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. അധികം അങ്ങ് തിളയ്ക്കാൻ സമ്മതിക്കരുത്. പിന്നെ എല്ലാ റെസിപ്പിയിലും പറയുന്ന പോലെ ഉപ്പിടാൻ മറക്കരുതെന്ന് ഞാൻ ഇതിൽ ഒരിക്കലും പറയില്ല. കാരണം ഇത് കേരളത്തിൽ എവിടെയും ഉപ്പിടാതെ വെക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെളിച്ചെണ്ണ കറിവേപ്പിലിൻ്റെ മുകളിൽ ഒഴിച്ച സമയത്ത് തന്നെ ഇത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും തമ്മിലുള്ള റിയാക്ഷൻ ഇവിടെ നടക്കണ്ടേ, അതിനുള്ള സമയം കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ്. മാത്രം നിറയെ സാധനം ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത് ഇത് കുറച്ച് അച്ഛൻ്റെ ഓഫീസിലേക്ക് കൊടുത്തു വിടുന്നുണ്ട്, അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അവിടെ എത്ര പേരുണ്ട് അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്വാണ്ടിറ്റി ഇത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും അവർക്ക് കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് ഞങ്ങളിവിടെ വീട്ടിലേക്ക് എടുക്കും. ഇത് അധികം ഒന്നും വേണ്ടല്ലോ, കുറച്ച് മതിയല്ലോ. അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാക്കി നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും, അവർക്ക് കിട്ടുന്ന അവർക്കും ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അങ്ങനെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു ഈ ഓലൻ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.